നമസ്കാരം. പെർത്തില് ഇന്ത്യൻ താണ്ഡവമാണല്ലോ നടക്കുന്നത്. ചരിത്രം സൃഷ്ടിക്കുകയാണല്ലോ ഇന്ത്യ. എന്താണിത്? ഇന്ത്യ തന്നെയാണോ അല്ല ഇത് പെർത്ത് തന്നെയാണോ എന്നൊക്കെ സംശയം തോന്നുന്ന ഒരു മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും 2 ദിവസമേ ആയിട്ടുള്ളൂ പെർത്ത് ടെസ്റ്റിൽ, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റിൽ. ഇന്ത്യ ഇപ്പൊ തന്നെ 218 റൺസിന്റെ ലീഡ് കരസ്ഥമാക്കി. അൺബിലീവബിൾ. അതും ഓപ്പണിംഗ് ഇതുവരെയായിട്ട് ഔട്ടായില്ലേ. 172-0. എനിക്ക് അതൊരു 10-20 കൊല്ലമായതോടെ ഇന്ത്യ ഇതുപോലെ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കണ്ടിട്ട്. മനസ്സിലായി? ഓസ്ട്രേലിയയൊക്കെ പോയി ഇതുപോലെ അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ പെർത്തിന്റെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസം 150-ന് ഇന്ത്യ ആൾ ഔട്ട് ആവുന്നു. അവന്മാര് ഇന്നലെ തന്നെ അവന്മാരുടെ 7 വിക്കറ്റ് പോകുന്നു. അതുപോലെ തന്നെ അവന്മാർ മൊത്തത്തില് 104-ന് അവന്മാർ ആൾ ഔട്ട് ആവുന്നു. ആ പിച്ചിലാണ് ഇന്ന് 3 വിക്കറ്റ് പോയിട്ടുണ്ട്. ആ പിച്ചിലാണ് ഇന്ത്യ ഇന്ന് വന്ന് ഓപ്പണിംഗ് ആയ ജയ്സ്വാളും രാഹുലിനെ ആരൊക്കെ കുറ്റം പറഞ്ഞില്ലേ. പിന്നെ ന്യൂസിലൻഡ് പര്യടനത്തിൽ ഒരു കളി കളിച്ചിട്ട് അടുത്ത കളി ഇറക്കി വെച്ചു. അവനെ ഇറക്കിയില്ല. എന്നിട്ട് കുറ്റം മൊത്തം അവന്റെ മേലിലായിരുന്നു. അവനെ കൊണ്ടുവന്നത് ഇങ്ങനെ ഇന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഓപ്പൺ ചെയ്യാനുള്ള അവസരം കിട്ടി. അവൻ അവിടെ കിടന്ന് തൊലിക്കുകയാണ്. അവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 172-0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ജയ്സ്വാള് 90 റൺസ്. ജയ്സ്വാളിന്റെ ആദ്യ സെഞ്ചുറി വരുന്നു മകനെ. അതും ഓസ്ട്രേലിയയിൽ പെർത്തില് ഇന്ത്യ വന്നപ്പോ അവിടെ ഉള്ളവർ എന്താ പറഞ്ഞത്? ഇന്ത്യ 5-0 തോക്കുമെന്ന് വരെ പറഞ്ഞു. പെർത്തിൽ എന്തായാലും തോക്കും, ഉറപ്പാണ്. പെർത്തിൽ ഇന്ത്യക്ക് ഇനി പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു തുടക്കം. ഡേ 1 ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. 150-ൽ ഇന്ത്യ പട്ട പോയി. ഹർഷിത് റാണ അവൻ മാത്രം എന്ത് ചെയ്തത്? കളിച്ചതല്ലേ. 40 എത്ര റൺസ് അടിച്ചു. പിന്നീടാണ് നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ബുംറയുടെ തീപ്പൊരി ബൗളിങ്ങിന് മുമ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പെടുക്കുകയായിരുന്നു അവര്. ഒരു രക്ഷയില്ല, ഒരു മറുപടി ഇല്ലായിരുന്നു. പിന്നീട് നമ്മുടെ ബുംറയുടെ ബൗളിങ്ങിന് അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്കാർക്ക് ഒരു മറുപടി ഇല്ലായിരുന്നു. 5 വിക്കറ്റ് എന്നാണ് തള്ളിയിട്ട്. എന്നാലും 4 തള്ളിയിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ 2 തുടങ്ങി ഫസ്റ്റ് ഓവർ തന്നെ അവൻ വിക്കറ്റും തള്ളിയിട്ടു. എറിഞ്ഞ് പരിപ്പെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവന്മാര് നിന്ന് പെടുത്തു. മനസ്സിലായി? ഓസ്ട്രേലിയ വെച്ച് അവരുടെ പിന്നീട് എന്താണ് താണ്ഡവം ആടാനുള്ള സ്ഥലമാണ്. അവരുടെ താണ്ഡവം ആടാനുള്ള സ്ഥലത്തിൽ ഇന്ത്യ താണ്ഡവം ആടുന്നത്. അതും ബുംറ ക്യാപ്റ്റൻ ആയതിനു ശേഷം ബുംറയുടെ തീപ്പൊരി ബൗളിംഗ് ആണ് പറയുന്നത്. ബുംറ വേറെ ഏതോ ഒരു ബുംറ പോലെയാണ്. ബുംറ എറിഞ്ഞങ്ങ് അണ്ണാക്കി എടുത്ത് ഷൂ എന്ന് പറഞ്ഞാണ് പോകുന്നത്. ആ ലെവലിലാണ് എറിഞ്ഞു കൊടുത്തത്. ഇന്നലത്തെ കേസ് പറയുകയാണെങ്കിൽ ഏതാണ് നമ്മുടെ ബുംറ പിന്നെ 4 വിക്കറ്റ്, ഹർഷിത് റാണ 2 വിക്കറ്റ്. ഈ പറഞ്ഞ ഹർഷിത് റാണ 1 വിക്കറ്റ് ആയിരുന്നല്ലേ, ഇന്നലെ 1 വിക്കറ്റ് ആയിരുന്നു. പിന്നീട് നമ്മുടെ സിറാജ് 2 വിക്കറ്റൊക്കെ ആയിരുന്നു. ഇന്ന് 3 വിക്കറ്റ് മിച്ചം ഉണ്ടായിരുന്നു. വന്നുടനെ ഫസ്റ്റ് ഓവറിലെ ഫസ്റ്റ് ബോളിൽ തന്നെ ബുംറയുടെ എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ മറ്റേ അലസ്കാരിയ പറഞ്ഞു വിട്ടു. അങ്ങനെ മൊത്തം 5 വിക്കറ്റ് ബുംറ തള്ളിയിട്ടു. ഹർഷിത് റാണ 3 വിക്കറ്റും. ഈ പറഞ്ഞ സിറാജിനൊന്നും ബൗളിംഗ് കിട്ടിയില്ല. അവന്മാരെ കേസ് പരിതാപകരമായിരുന്നു. അതിനുശേഷം ഓപ്പണിംഗ് പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ വീണ്ടും കെഎൽ രാഹുൽ കഴിഞ്ഞ ഫസ്റ്റ് ഇന്നിംഗ്സിനും കളിച്ചില്ല എന്ന് പറഞ്ഞാൽ കെഎൽ രാഹുൽ നല്ല രീതിയിൽ കളിച്ചു. പക്ഷെ നമുക്കറിയാലോ ആ ഒരു വിവാദം ഇപ്പോഴും കടന്നു പോയെന്നുണ്ട്. അത് ഔട്ടല്ല, തട്ടിയാണ് പോയത് എന്നുള്ളത്. അതിനുശേഷം ഓപ്പണിംഗ് ജോഡിയായിട്ട് ഈ പറഞ്ഞാല് രോഹിത് ശർമ്മയ്ക്ക് പകരം വന്ന കെഎൽ രാഹുൽ അവിടെ കടന്ന് നിറഞ്ഞാടുകയാണ്. ഇനി ഈ പറയുന്ന രോഹിത് ശർമ്മ ഒരു എന്ത് ചെയ്യും? ഞാനൊരിക്കലും പറയില്ല ഓപ്പണിംഗ്. സത്യം പറഞ്ഞാൽ പറയാനുള്ളത് നമ്മൾ പറഞ്ഞു പോകും. ഈ പറയുന്ന നമ്മുടെ ടെസ്റ്റുകളിൽ ഇപ്പോഴും കുറെ നാളത്തെ ടെസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഈ രോഹിത് ശർമ്മ വല്ല ആണ്ടിനെ ആവണിക്കും അടിക്കും എന്നുള്ളതല്ല. അത് ഓപ്പണിംഗ് അവന് ശരിയാവുന്നത്. എപ്പോഴും നമ്മുടെ ഓപ്പണിംഗ് പണ്ടൊക്കെ സേവാഗ് ഉണ്ടായിരുന്നപ്പോൾ ഓപ്പണിംഗിലാണ് നിന്നും വേറെ ഒരു സൈഡിൽ കൂടി അടിച്ച് റൊട്ടിയാക്കുമായിരുന്നു. മനസ്സിലായോ? മറ്റവൻ നിന്ന് കൊട്ടിയാലും പിന്നീട് സേവാഗ് അടിച്ച് റൊട്ടിയാക്കുകയും ചെയ്യും. നല്ലൊരു 100-100-ന്റെ 200-ന്റെ പാർട്ണർഷിപ്പ് ഒരുപാട് വന്നോട്ടുണ്ട്. ഇപ്പൊ കാലങ്ങളിൽ പാർട്ണർഷിപ്പ് ഓപ്പണിംഗ് എപ്പോഴും ഫെയിലാണ്. ഒരു 10 റൺസ് എടുക്കുന്ന മുമ്പേ ഓപ്പണിംഗിൽ ഒരുത്തം പോകും. അത് മിക്കവാറും ഈ പറയുന്ന രോഹിത് ശർമ്മ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അവിടെ ഈ അടിക്കുന്ന മൊത്തം ജയ്സ്വാളാണ്. ജയ്സ്വാൾ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന റൺസാണ്. രോഹിത് ശർമ്മ എപ്പോഴും വല്ല ആട്ടിലോ ആവണിക്ക് 10-50 അടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല. ഓപ്പണിംഗ് എപ്പോഴും ഫെയിലിയർ ആണ്. ആ ഓപ്പണിംഗ് കിട്ടുന്ന ആ ഒരു മുൻതൂക്കം അവന്മാര് ബൗളേഴ്സ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ യൂസ് ചെയ്യും. ബാക്കിയുള്ളവർ വന്ന് പടപട പോവുകയും ചെയ്യുന്നു. ഇപ്പൊ രോഹിത് ശർമ്മയ്ക്ക് പകരമായിട്ട് കെഎൽ രാഹുൽ വന്നപ്പോൾ ആ ഓപ്പണിംഗ് സൂപ്പർ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ തിരിച്ചു വരുമ്പോ ഒരിക്കലും ആ പൊസിഷനിലേക്ക് വീണ്ടും കുത്തിക്കൊണ്ട് കയറ്റരുത്. ഈ രോഹിത് ശർമ്മയെ കുത്തിക്കൊണ്ട് കയറ്റില്ല. 4-ാമത് 5-ാമത് കളിക്കട്ടെ. അവരുടെ കോൺഫിഡൻസ് തിരിച്ചു വരികയും ചെയ്യും. മനസ്സിലായി? അതുകൊണ്ട് ഓപ്പണിംഗ് ജോഡി ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ ഫസ്റ്റ് ഇന്നിംഗ്സിലായിക്കോട്ടെ, അല്ലെങ്കിലും കെഎൽ രാഹുലിന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പുറത്ത്
പുറത്തുള്ള പിച്ചുകളിൽ നല്ല സൂപ്പറായിട്ട് കളിക്കും. ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സെഞ്ചുറി ഏറ്റവും കൂടുതൽ അടിച്ചിട്ട് അവന്റെ സെഞ്ചുറി നോക്കി ഏറ്റവും കൂടുതൽ അടിക്കുന്നത് പുറത്താണെന്ന് തോന്നുന്നു അടിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാളും KL രാഹുലും തമ്മിൽ ഇപ്പൊ എന്തായാലും അടിച്ച് റൊട്ടിയാക്കുന്നത്. KL രാഹുലിന്റെ കേസ്, യശസ്വിയുടെ കേസ് പറയുകയാണെങ്കിൽ ഏതാണ്ട് പിന്നെ 7 4കളും 2 6 ഓടിക്കാനായിട്ടുണ്ട്. പക്ഷെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ യശസ്വിയുടെ പഴയ അടിയൊന്നും ആയിരുന്നില്ല. പഴയ ഇന്ത്യയിലുള്ള ഒരു ആക്രാന്തം അതൊന്നും ഇല്ലായിരുന്നു. വളരെ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സംയമനത്തോടു കൂടിയാണ് കളിച്ചത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 193 ബോൾ പിന്നീട് നേരിട്ടുകൊണ്ട് 90 റൺസ് എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? KL രാഹുലാണ് 153 ബോൾ നേരിട്ടുകൊണ്ട് 62 റൺസ് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരുപാട് റെക്കോർഡുകളൊക്കെ ഇങ്ങനെ പൊട്ടി എന്ന് പറയാനായിട്ട്, ഒരുപാട് റെക്കോർഡുകൾ പിറന്നു എന്നാണ് പറയാനായിട്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വീഡിയോ ഇടാം. അപ്പൊ ഇന്ന് ഓസ്ട്രേലിയ കേസിട്ട് ഓസ്ട്രേലിയ ഇനി എറിയിക്കാറില്ലേ ഈ പറഞ്ഞ ട്രാവിസ് ഹെഡിനെ വരെ കൊണ്ടിട്ട് എറിയിച്ചു. അത്രയ്ക്ക് ഒരു മടുത്ത് ഇതെന്തൊരു പാടെന്നറിയില്ല എന്നുള്ള രീതിയിൽ. പണ്ട് മറ്റേ പൂജാര വന്ന് കൊട്ടി പൂജാരയും ദ്രാവിഡൊക്കെ ഉണ്ടായിരുന്നു കൊട്ടി എറിയണവന്റെ ഒന്നി പോടെ ഒന്നി അടിയുടെ ഒന്നി പോടെ എന്നൊരു മൈൻഡായിരുന്നു. അതുപോലെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഇപ്രാവശ്യം ഈ പറയുന്ന KL പിന്നെ നമ്മുടെ യശസ്വി മാത്രമല്ല, KL രാഹുലും നല്ല രീതിയിൽ ഇത് ചെയ്തു, നല്ല രീതിയിൽ പിന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അവരെ നല്ല രീതിയിൽ വെള്ളം കുടിച്ചു. ഇനി പെർത്ത് ടെസ്റ്റ് നമുക്കറിയാമല്ലോ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനലിൽ മത്സരിക്കണമെങ്കിൽ ഇതിലെ 4 ടെസ്റ്റെങ്കിലും ജയിക്കണമെന്നാ പറയുന്നത്. അപ്പോ എല്ലാരും പറഞ്ഞു ഇവിടെ 3-0, ഏറ്റവും കുറഞ്ഞത് 3-0 ഇന്ത്യ തോറ്റിരിക്കും. 2 ടെസ്റ്റ് സമനിലയിൽ 3 ടെസ്റ്റ് അവർ ജയിക്കുമെന്ന്. ഇപ്പൊ പെർത്തിൽ എന്തായാലും ഇന്ത്യ തോക്കുന്ന പറഞ്ഞു. പക്ഷെ പെർത്തിൽ ഇന്ത്യയുടെ തിരിച്ചുവരവ് ഈ ഒരു ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി തോൽക്കുന്നത് വലിയ തോൽക്കാൻ പിന്നീട് ഇന്ത്യക്ക് ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. അതായത് ഇപ്പൊ തന്നെ 218 റൺസിന്റെ ലീഡ് ഉണ്ട്. ഒരു 10-280 റൺസ്, ഇനി 10 വിക്കറ്റ് നഷ്ടമുണ്ട്, അല്ല മിച്ചക്കിടപ്പുണ്ട്. ഈ ഒരു 280 റൺസ് ഇപ്പോൾ ഒരു 200 റൺസ് എങ്കിലും അടിച്ചവർക്ക് പിന്നീട് 400 റൺസിന്റെ ലീഡാവും. 200 റൺസ് അടിച്ചാൽ മതി. 250 വേണ്ട, 200 മതി. ഒരു 150-200 റൺസ് മതി. 400 റൺസിന്റെ ലീഡായി കഴിഞ്ഞാൽ സുഖമായിട്ട് 2 ദിവസമുള്ളൂ. ഇനി കിടക്കുന്ന 3 ദിവസം. ഈ 3 ദിവസം കൊണ്ട് ഓസ്ട്രേലിയ കൃത്യമായിട്ട് എറിഞ്ഞിടാൻ പറ്റും. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇന്നലെ ഏതാണ്ട് 46 റൺസിന്റെ ലീഡ് ഉണ്ടായിരുന്നു അല്ലെ. ഇന്ന് നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യക്ക് 46 റൺസിന്റെ ലീഡ് ഉണ്ടായിരുന്നു. ആ ലീഡിൽ നിന്നാണ് പിന്നീട് ഇന്ത്യ 172 0 എന്നുള്ള സ്കോറിലേക്ക് എത്തിയതും 218 റൺസ് എന്ന് പറയുന്ന ലീഡിലേക്ക് എത്തിയത്. അപ്പൊ നാളത്തെ കളി വളരെ നിർണായകമാണ്. ഈ പറയുന്ന യശസ്വി ജയ്സ്വാള് എന്ത് ചെയ്യട്ടെ, സെഞ്ചുറി അടിക്കട്ടെ. കർത്താവ് രണ്ടുപേരും സെഞ്ചുറി അടിക്കട്ടെ. ഒരു 10-200 റൺസ്. നിങ്ങൾ ഇനി 10 റൺ എല്ലാവരും കൂടി ചെന്നൊരു 10-200 റൺസ് അടിച്ച് വേടേ. ഈ ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാരുടെ കോൺഫിഡൻസ് അങ്ങ് നശിക്കും. പിന്നെ അവന്മാർക്ക് അല്ലെങ്കിൽ ഇന്ത്യ നിറമ്പോൾ ചെറിയൊരു വിറയലുണ്ട് അവന്മാർക്ക്. മനസ്സിലായോ? ഹർഷിസനാണ് നല്ല സൂപ്പറായിട്ട് എറിയുന്നത് കേട്ടോ. അത് തടിയിൽ പോകും, സൂപ്പറായിട്ട് എറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എന്താ സിറാജിനെ മാറ്റിക്കൊണ്ട് ഓപ്പണിംഗ് സ്പെല്ല് അവന് തന്നെ കൊടുത്തത്. അവൻ കിടിലായിട്ട് എറിയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ പെർത്ത് ടെസ്റ്റ് ഇന്ത്യ കൊണ്ടുപോകും എന്നുള്ളത് 99% നമുക്ക് വിശ്വസിക്കാം. പിന്നെ ക്രിക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നാളെ ഇന്നിപ്പം 200 നോട്ട് ഔട്ട്, നാളെ ഇനി 50 എല്ലാവരും ആളൗട്ട് ആവുമെന്നും അറിയത്തില്ല. അതാണ് ക്രിക്കറ്റ്. ഈ പിച്ച് ഇതെന്താണ് ഇന്നലെ വരെ പിച്ചിൽ ഭൂതമെന്ന് തോന്നി. ഇന്ന് ഒരു തേങ്ങയില്ല. ഇന്ത്യൻ പിച്ചായി പോകണമെന്ന് ആണോ എന്നൊരു സംശയം. അതിനെ കെട്ടി കേവലമായിട്ട് കിടക്കുന്നു. പക്ഷെ കുറച്ച് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ബൗൺസായി പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് ബോൾ താഴോട്ട് പോകുന്നു. പക്ഷെ ഭാഗ്യം ചില സന്ദർഭങ്ങളിലൊക്കെ യശസ്വിയുടെ കൂട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്തായാലും 218 റൺസിന്റെ ലീഡ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഈ ടെസ്റ്റ് സൂപ്പറായിട്ട് തൂത്തുവാരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഒപ്പം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.